ഹായ് എവ്രി വൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ വെറൈറ്റി കുറച്ച് പായസങ്ങളൊക്കെ നമ്മളിങ്ങനെ വീഡിയോസായിട്ട് ഇടുന്നുണ്ട്, ഷോർട്സൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു ഷോർട്സ് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ പരീക്ഷിക്കണം എന്ന് തോന്നിയ ഒന്നാണ് മക്രോണി വെച്ചിട്ടുള്ള പായസം. അപ്പോൾ മക്രോണി വെച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഒട്ടും തന്നെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല നന്നായി വരും എന്നുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റുള്ള നല്ല പായസമായിരുന്നു. ഇവിടെ മക്രോണി ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വെക്കണ്ട, രസം ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. ഈ റെസിപ്പി യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ചു എന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ മക്രോണി ഇങ്ങനെ നേരത്തെ കണ്ട പോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊടിയായി പോവരുത്, ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് ചെറിയ ചെറിയ പീസസൊക്കെ ഉള്ള വിധത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. ഒരു 2.5 കപ്പോളം ഉള്ള പായസത്തിന് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മധുരം കുറവ് ഇഷ്ടമുള്ളവർ അത്രമാത്രം ചേർത്താൽ മതി കേട്ടോ. അത് എന്നിട്ട് നന്നായി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കാരമലായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി കാരമലായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായി ആ ബട്ടർ മെൽറ്റ് ചെയ്യുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ, ഈ ഭാഗത്തൊക്കെ തന്നെ ലോ ഫ്ലെയിമിൽ ഇടുകയായിരിക്കും ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ വെച്ച് കരിഞ്ഞു പോയാൽ ഈ പായസത്തിൻ്റെ മൊത്തം തന്നെ ടേസ്റ്റ് മാറും. ശരിക്കും നമുക്കിതൊരു പാലടയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ടേസ്റ്റിലേക്കാണ് ഇത് വരിക കേട്ടോ. പാലട പായസത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് എനിക്ക് തോന്നിയത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അത് കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ആണ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ഫ്ലെയിം കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ചൂട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് രണ്ടാമത് ഓൺ ചെയ്താൽ മതിയാവും. അതായിരിക്കും ബെറ്റർ. പിന്നെ 1 കപ്പ് പാല് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ബട്ടറും കാരമലും പിന്നെ അതുപോലെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുള്ളതിന് ഒന്ന് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ 1 കപ്പോളം ചേർക്കുന്നത്. അത് ആദ്യം ഇളക്കി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് കട്ടയായോ എന്ന് സംശയം തോന്നും. പക്ഷെ അതേപോലെ തന്നെ നമ്മളൊന്ന് കുറച്ച് സമയം കൂടി നന്നായി ഇളക്കി കൊടുക്കുമ്പോഴേക്കും എല്ലാതും ആ പാലിലേക്ക് ലയിച്ച് ഇങ്ങനെ അലിഞ്ഞൊരു പിങ്ക് കളറായി വരും. ഇനി നമുക്ക് ആവശ്യത്തിന് പാലും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. പാലിൻ്റെ തന്നെ അത്രയും തന്നെ ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളപ്പിച്ചിട്ട് മക്രോണിയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി വേവുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ചവ്വരി ഉണ്ടല്ലോ, അത് കുറച്ച് വേവിച്ച് ഇട്ട് കൊടുക്കാം, കുറച്ചൊന്ന് കടിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇഷ്ടമുള്ളവർ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഏലക്കപ്പൊടി മാത്രമാണ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തത്. അല്ലാതെ ബാക്കിയൊക്കെ അതുപോലെ തന്നെ അത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. വളരെ ടേസ്റ്റിയാണ്.